നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അല്ലാഹു തആല ഉത്തരം നൽകുന്നില്ല എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വർഷങ്ങളായി നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ലേ? എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. 90% ആളുകൾക്കും അറിയാത്ത, എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു മിറാക്കിൾ സീക്രട്ട് ഉണ്ട്. ഇത് വെറും ഒരു മന്ത്രമല്ല കേട്ടോ, ഇതൊരു ഹദീസാണ്. ആ രഹസ്യം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു കഥയിലൂടെ പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് 2 സുഹൃത്തുക്കളെ പരിചയപ്പെടാം, റാഷിദും ഉസ്മാനും. റാഷിദ് ഒരു സാധാരണക്കാരനാണ്. അവൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമുണ്ട്, ഒരു സ്വന്തം വീട്. അതിനായി അവൻ രാത്രിയിലും പകലും അധ്വാനിക്കുന്നുണ്ട്. ഓരോ നിസ്കാരത്തിന് ശേഷവും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷേ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. അതേസമയം ഉസ്മാനോ റാഷിദിന്റെ അടുത്ത സുഹൃത്താണ്. ഉസ്മാനും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഒരു ദിവസം റാഷിദ് ഉസ്മാനെ കാണാൻ പോയി. അവന്റെ സങ്കടങ്ങളെല്ലാം ഉസ്മാനോട് പറഞ്ഞു. ഉസ്മാൻ, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ. റാഷിദ് നിരാശയോടെ പറയാണ്. അപ്പോ ഉസ്മാൻ റാഷിദിനെ ആശ്വസിപ്പിച്ചിട്ട് വിട്ടു. പക്ഷേ അന്ന് രാത്രി ഉസ്മാന് ഉറക്കം വന്നില്ല. അവനിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ സുഹൃത്തും ഇത്രയും വിഷമിക്കുമ്പോൾ എനിക്ക് അവന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അവൻ എന്തായി, ഉളു എടുത്തു, മുസല്ല വിരിച്ചു. ഇനി ഇവിടെയാണ് കഥ മാറാൻ പോകുന്നത് കേട്ടോ. ഉസ്മാന് അള്ളാഹുവിനോട് ചോദിച്ചത് ഉസ്മാന്റെ ആവശ്യങ്ങളല്ല. അവൻ ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവേ, റാഷിദിന്റെ വിഷമം നീ കാണുന്നുണ്ടല്ലോ. അവനൊരു വീടെന്ന സ്വപ്നം നീ എളുപ്പമാക്കി കൊടുക്കണേ. അവന്റെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണേ. റാഷിദ് ഇത് അറിയുന്നില്ല. റാഷിദ് സുഖമായിട്ട് ഉറങ്ങുകയാണ്. പക്ഷേ ആ മുറിയിൽ ഉസ്മാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അദൃശ്യനായ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അത് ആരാണ്? അള്ളാഹുവിന്റെ ഒരു മലക്കാണ്. സഹീഹ് മുസ്ലിമിലെ ആ ഹദീസ് ഇവിടെയാണ് പ്രസക്തമാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അസാന്നിധ്യത്തിൽ, അവൻ ഇല്ലാത്ത സമയത്ത് അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ്റെ തലയ്ക്കൽ നിൽക്കുന്ന മലക്ക് പറയും, ആമീൻ, നിനക്കും അതുപോലെ ലഭിക്കട്ടെ. ലോജിക്കായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. റാഷിദിന് വീട് കിട്ടാൻ വേണ്ടി ഉസ്മാൻ പ്രാർത്ഥിച്ചപ്പോൾ ഉസ്മാന് വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആരാണ്? സാധാരണ ആൾക്കാരല്ല, ഒരു മലക്കാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ തെറ്റുകൾ വരാം, പക്ഷേ പാപങ്ങളില്ലാത്ത മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയോ? നിങ്ങൾ പറയ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും സ്വാർത്ഥരായി പോകാറുണ്ട് അല്ലേ? പല കാര്യങ്ങൾക്കും എനിക്കത് വേണം, എനിക്ക് ഇത് വേണം എന്ന് നമ്മൾ പലപ്പോഴും സ്വാർത്ഥരായി പോകാറുണ്ട്. നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പറയുന്നു ഇങ്ങനെ അത് വേണം, ഇത് വേണം എന്നൊക്കെ. പക്ഷേ ഇന്ന് മുതൽ ഒരു മാറ്റം വരുത്തി നോക്ക്. നിങ്ങൾക്കൊരു ജോലി വേണോ? എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജോലിയില്ലാതെ വിഷമിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണോ? എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മക്കളില്ലാതെ വിഷമിക്കുന്ന ബന്ധുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ അവർക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചു തുടങ്ങും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ. കൂടെ ഞാനും. ഈ ഒരു പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ വേണ്ടി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമാറാകട്ടെ. ഹലാലായ ജീവിതം നൽകി, സന്തോഷകരമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്.